ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞ തീരം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. എന്നാൽ സമീപ പ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമായിട്ടുണ്ട്. അമ്പലപ്പുഴ പുന്തല മുതൽ വടക്ക് പഴയങ്ങാടി വരെയാണ് ചൊവ്വാഴ്ച കടൽ ഉൾവലിഞ്ഞത്. ഭയപ്പെടാനില്ല എന്നും സ്വാഭാവിക പ്രതിഭാസം എന്നുമാണ് വിദഗ്ധരുടെ അഭിപ്രായം. പുലർച്ചെയോടെയാണ് പുറക്കാട് കടൽ തീരം സാധാരണ നിലയിലേക്ക് എത്തിയത്. ചാകര പ്രദേശമായതിനാൽ തീരം ശാന്തമാണ്. ചെളിയുള്ളതിനാൽ വള്ളങ്ങൾ അടുക്കാൻ കഴിയാത്ത സ്ഥിതി. ചെളി നിറഞ്ഞ നിരമാലയാണ് ഇവിടെ അടിയുന്നത്. കടൽ ഉൾവലിഞ്ഞ് ചെളി രൂപപ്പെട്ട സമീപ പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെ മുതൽ കടൽക്ഷോഭം ശക്തമാണ്. നിലവിലുള്ള കടൽ ഭിത്തിക്ക് മുകളിലൂടെയാണ് തിരമാല ആഞ്ഞടിക്കുന്നത്. നിലവിൽ നാശനഷ്ടമൊന്നുമില്ല. വേലിയിറക്കത്തിന്റെ ഉൾവലിവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ചാകര തെളിഞ്ഞ് കൂടുതൽ മത്സ്യസമ്പത്ത് പ്രദേശത്തെത്തുമെന്ന് പ്രതീക്ഷ. ഇതിപ്പം ഇവിടെ ഓൾറെഡി ചേർ ഉള്ളതാണ്. ആ ചേർ ഇപ്പോൾ കടൽ പുറന്നോട്ട് വലിഞ്ഞപ്പം ആ ചേറ് തെളിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചാകര എന്ന് പറഞ്ഞാൽ ഇനിയും കടലിളകി മറ്റുള്ള പ്രകൃതിയുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നാലേ ചാകരയെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കടൽ ഉൾവലിഞ്ഞ് കനത്തിൽ ചെളിയടിയുന്നതാണ് പ്രതിഭാസം. സുനാമിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. കടലിനടിയിലെ ചെളി തീരത്തടിയുന്നതോടെ ചാകരയിലെ മത്സ്യലഭ്യത കുറയുമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. ഇറക്ക സമയത്ത് ഈ ചേറ് പൊങ്ങിയിരിക്കുക, വേലിയേറ്റ സമയത്ത് വെള്ളം കയറുമ്പോൾ അത് കാണാതിരിക്കുക. സാധാരണ നമുക്കിത് ഒരു ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേകതയാണ് ഈ ചേറ് വന്നിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം. ഒരു മാസം മുൻപ് പുന്നപ്ര തീരത്തും കടൽ 75 മീറ്റർ വരെ ഉൾവലിഞ്ഞിരുന്നു. കടൽ ഉൾവലിയുന്നതിനെ സംബന്ധിച്ച് സമുദ്ര പഠന ഗവേഷണ സർവകലാശാല വിശദമായ പഠനം നടത്തി വ്യക്തത വരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 24 ആലപ്പുഴ.